ലൈംഗിക പീഡന പരാതിയിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ മുകേഷ് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കാണുമെന്നാണ് വിവരം. പ്രതിഷേധം കണക്കിലെടുത്ത് MLA ബോർഡ് നീക്കിയാണ് യാത്ര. പോലീസ് സുരക്ഷയിലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള യാത്ര. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള മുകേഷിന്റെ യാത്ര MLA ബോർഡ് മാറ്റുന്നത് പ്രതിഷേധം കണക്കിലെടുത്താണോ മറ്റെന്തെങ്കിലും സൂചനയാണോ അരുൺ? അഷ്മി, എന്തായാലും ഇപ്പോൾ നിലവിൽ MLA ബോർഡ് മാറ്റിയത് രാജ്യസന്നദ്ധയാണെന്നോ രാജിയിലേക്ക് പോകുന്നെന്നോ എന്ന് നമുക്ക് ഇഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. കാരണം നിലവിൽ അഭിഭാഷകനുമായി ഞാൻ സംസാരിച്ച ഘട്ടത്തിൽ അഭിഭാഷകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഞാൻ ഇതുവരെ മുകേഷുമായി സംസാരിച്ചില്ല, നേരിൽ സംസാരിച്ചിട്ടില്ല, ഫോൺ വഴി മാത്രമായിരുന്നു സംസാരിച്ചത്. ഒരു അഭിഭാഷകൻ നിലയിൽ സ്വാഭാവികമായും തനിക്ക് ഈ കേസുമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയണം, അത് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് ഇന്ന് ഇവിടേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുള്ളത് എന്നതാണ് അഭിഭാഷകൻ നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ മുകേഷിന്റെ യാത്ര കൊച്ചിയിലേക്ക് പോകുമ്പോഴും വലിയ ഉൾഭയം ഇപ്പോഴും സംസ്ഥാന പോലീസിനുണ്ട്. സംസ്ഥാന പോലീസ് ഈ മുകേഷിന്റെ യാത്ര കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വിവരവും പുറത്തു പോകരുത്, പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്, പ്രതിഷേധം ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഏത് തരത്തിൽ നേരിടണമെന്ന കാര്യത്തിൽ പോലും പോലീസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പവും നിലനിൽക്കുന്നു. അതുകൊണ്ട് വലിയ സംരക്ഷണം ഒരുക്കി തന്നെയാണ് മുകേഷിനെ ഇപ്പോൾ കൊച്ചിയിലേക്ക് പോലീസ് എത്തിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്, ചിഞ്ചുറാണിയുമായി ബന്ധപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി CPIയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ സുവ്യക്തമായി നിലപാട് വിശദീകരിക്കുന്നുണ്ട്. കാരണം CPM-നും അതുപോലെ തന്നെ സർക്കാരിനും മുന്നണിക്കുമടക്കം നിലവിൽ മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങൾ വലിയ തോതിൽ മാനക്കേടുണ്ടാക്കി എന്നുള്ളതാണ് മന്ത്രി ചിഞ്ചുറാണിയുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പാർട്ടി സെക്രട്ടറി നിലയിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് നേരിൽ അറിയിക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായാലും നടപടി ഉണ്ടാകും, ശിക്ഷയുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പിച്ച് പറയുമ്പോഴും CPIക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഭിന്നതയില്ല. ദേശീയ നേതാക്കൾ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് എന്നുള്ളതും മന്ത്രി ഊന്നി പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഉറച്ചു തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ ഇക്കാര്യത്തിൽ CPI തിരുത്തൽ ശക്തിയെ തുടരുന്ന CPIക്ക് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ രണ്ട് നിലപാട് CPIക്കില്ല, ഒറ്റ നിലപാട് മാത്രമാണുള്ളത്. എന്തായാലും ഉറപ്പായി ശിക്ഷ ഈ പ്രതി ആരാണോ അവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യവും മന്ത്രി ഉറപ്പിക്കുന്നുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.